ഹേ ലവ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഒരു മന്ത്ലി ഹെയർ കെയർ റൂട്ടീനാണ്. അതിനായിട്ട് നമുക്ക് ഇങ്ങനെ ചൂടുവെള്ളം തിളപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ നമ്മളൊരു അരിപ്പൊടി ഇങ്ങനെ ഇടണം. നിങ്ങളാകുമ്പോൾ 2 സ്പൂണൊക്കെ എടുത്താൽ മതി. ഇത് കുറേ പേർക്കുള്ളതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കണേ. എന്നിട്ട് ഇങ്ങനെ കുറുക്കി എടുക്കണം. അപ്പോൾ നിങ്ങൾ 2 സ്പൂണൊക്കെ എടുത്താൽ മതി, ഇഷ്ടം പോലെ ഉണ്ടാവും. ബാക്കി സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ കുറേ പേർക്ക് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഗ്ലാസ്സൊക്കെ എടുത്തത്. ഒരു ഗ്ലാസ് വെള്ളത്തിന് മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് ഇതുപോലെ കുറുക്കിയെടുക്കുക. നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വന്നു കഴിയുമ്പോൾ നമ്മളിതിങ്ങനെ ഓഫ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ കറ്റാർ വാഴ ഇത് തൊലി അടക്കം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻസ് കൂടുതലും തൊലിയിൽ ഉണ്ടാവാമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ഓരോ സാധനങ്ങൾ ഫ്രൂട്ട്സിൻ്റെ അതിലൊക്കെ നോക്കിയാൽ തൊലിയിലാണ് വൈറ്റമിൻസ് കൂടുതലായിട്ട് ഉണ്ടാവാമെന്നൊക്കെ പറഞ്ഞു കേട്ടാണ്. അപ്പോൾ നമ്മൾ തൊലിയും ഒക്കെ കൂടിയാണ് കറ്റാർ വാഴ എടുക്കുക. അങ്ങനെ മിക്സിയിലിട്ടിട്ട് നമ്മൾ അരച്ചെടുത്തുകൊണ്ട് വരാം. അരച്ചെടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് കാണാനുണ്ടാവുക. നല്ല പച്ച കളറിൽ ഇതുപോലെ കാണാനുണ്ടാവും. തുറന്നു കഴിയുമ്പോൾ ഇതുപോലെയൊക്കെ നമുക്ക് ഈ പച്ച കളർ ജെല്ലി പച്ച കളറിൽ ഇതിങ്ങനെ അടിച്ചതുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഈ സാധനം നമ്മൾ മിക്സിയിലോട്ടേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. തണുത്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അത് തണുത്തതിന് ശേഷം മാത്രം നമ്മൾ അതിനകത്തേക്ക് ഒഴിച്ച് ഇത് ഇളക്കി കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്യുക. നല്ലോണം അതിനകത്ത് പിടിക്കണ വരെ നല്ലോണം മിക്സ് ചെയ്യണം. ഒന്നിച്ചാവണ വരെ നല്ലോണം ഇത് മിക്സ് ചെയ്തെടുക്കണം. ഇതിൽ കാണുന്ന പോലെ തന്നെ മിക്സ് ചെയ്തിട്ട് നമുക്ക് വേണ്ടതാണ് തൈരിൽ ലാക്റ്റിക് ആസിഡ് ഉള്ള കാരണം നമ്മുടെ മുടിയൊക്കെ സോഫ്റ്റ് ആവാനും മോയ്സ്ചർ ലോക്കൊക്കെ ചെയ്യാനും നിറയെ സഹായിക്കും. അതുകൊണ്ട് നമ്മൾ തൈര് എടുക്കുന്നത് വളരെ നല്ലതാണ്. തൈര് എടുത്ത് ആഡ് ചെയ്യുക. പിന്നെ നമുക്ക് വേണ്ടതാണ് വൈറ്റമിൻ ഇൻ്റെ ടാബ്ലറ്റ്. അതൊരു 2 എണ്ണം അതിനകത്തേക്ക് പൊട്ടിച്ച് കഴിക്കുക. അതിനുശേഷം നമ്മൾ തലയിൽ തേച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ഞാനത് കവർ ഇടാൻ പറഞ്ഞാൽ നിങ്ങളിടുക. അതിനുശേഷം നമ്മൾ കുളിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതുപോലെ ഏതെങ്കിലും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഓയിലോ സിറംസോ എന്തെങ്കിലും തലയിൽ തേച്ച് കൊടുക്കാം. ഞാൻ കോക്കനട്ട് ഓയിലാണ് തേക്കണേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തലയിൽ കുളിച്ച് കഴിയുമ്പോൾ തേച്ചെടുക്കുക. അതിൽ നിന്ന് നമ്മുടെ മോയ്സ്ചറൊക്കെ ലോക്കായിട്ട് ഇരിക്കാനും മുടി നല്ല സോഫ്റ്റ് ആവാനും ഇതൊക്കെ സഹായിക്കും. നമ്മളിങ്ങനെ തേച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇങ്ങനെ നന്നായിട്ട് നമ്മൾ മസാജൊക്കെ ചെയ്ത് തേച്ച് കൊടുക്കാം. നന്നായിട്ട് പ്രസ് ചെയ്ത് തേക്കണ്ട കേട്ടോ. മുടി ഇപ്പം കുളിച്ചാരണം നന്നായിട്ട് ഊരി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ തേച്ച് കൊടുത്തതിന് ശേഷം നമ്മളിതിങ്ങനെ വിടാം. നമ്മൾ വല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഓയിൽസ് സിറംസ് കാസ്റ്റർ ഓയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് തേക്കാം. ബദാം ഓയിൽ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് തേക്കാം. അപ്പോൾ ഞാനിങ്ങനെ 2 ഭാഗത്ത് ഇതുപോലെ തേച്ച് കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസത്തിലൊരിക്കൽ ഇത് തേക്കും. ഇതൊരു കെരാറ്റിൻ പ്രോസസ്സാണ്. ഒരു കെരാറ്റിൻ പോലെ ഇത് വർക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ മുടി ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആവാനും മുടിക്ക് നല്ല നീളം വയ്ക്കാനും ഉള്ളു തോന്നാനൊക്കെ സഹായിക്കുന്ന ഒരു മാസ്കാണിത്. ഇതൊരു കെരാറ്റിൻ പോലെയുണ്ട്. പിന്നെ ഉണങ്ങിക്കഴിയുമ്പോൾ എൻ്റെ മുടി ഇങ്ങനെയാണ് കാണാനുണ്ടാവുക. ഭയങ്കര സോഫ്റ്റാണ്. നല്ല സോഫ്റ്റായി മുടി. പക്ഷെ നിങ്ങൾക്ക് കാണുമ്പോൾ അങ്ങനെ തോന്നില്ല എൻ്റെ മുടി ഇങ്ങനെ പറന്നിരിക്കുന്ന മുടി ആയതുകൊണ്ടാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.